ബാക്ക് ടു മൈ ചാനൽ. പെരുന്നാളൊക്കെ അടുത്ത് വരുന്നതല്ലേ, എല്ലാവരും സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഡെസേർട്ട് തപ്പി നടക്കുന്നുണ്ടാവും അല്ലേ. അങ്ങനെയുള്ളവർക്ക് ഇത് അടിപൊളി ഒരു ശ്രീലങ്കൻ ഡെസേർട്ടിൻ്റെ റെസിപ്പിയായിട്ട് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എന്നും പറയുന്നത് പോലെ റെസിപ്പിയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഒരു കടായിലേക്ക് 1 ടീൻ കണ്ടൻസ്ഡ് മിൽക്ക്, 1 കപ്പ് പാല്, 1/2 കപ്പ് വെള്ളം, ഇവ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. കാരണം നമ്മൾ ഇതിൽ കുറേ കണ്ടൻസ്ഡ് മിൽക്ക് ഇട്ടതുകൊണ്ട് പെട്ടെന്ന് ഫ്ലെയിം ഓൺ ചെയ്യുമ്പോൾ നമുക്കിത് അടുക്ക് പിടിച്ചതുപോലെയാവും. അതുകൊണ്ട് ഫസ്റ്റ് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം മാത്രം നമ്മൾ ഗ്യാസിലേക്ക് വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് കുറുക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് മിക്സായിട്ട് ഒരു തിള വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഷുഗർ കാരമലൈസ് ചെയ്തിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാന് ഗ്യാസ് സ്റ്റവിൽ വെച്ചിട്ട് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. പഞ്ചസാര കാരമലൈസ് ചെയ്യുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഇത് ഓവറായിട്ട് കാരമലൈസ് ആയി പോകരുത്. അപ്പോൾ ഈ പുഡിങ്ങിൻ്റെ ടേസ്റ്റ് കംപ്ലീറ്റ് മാറിപ്പോവും, ഒരു കയ്പ്പ് ടേസ്റ്റ് മുന്നിൽ നിൽക്കും. അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് കാരമലൈസ് ചെയ്യുക. ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. കുറച്ച് സമയം അങ്ങനെ വെക്കുമ്പോൾ ഒരു ഷുഗർ മെൽറ്റായി വരും. അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവിടെ അങ്ങനെ വെച്ചാൽ പെട്ടെന്ന് നമുക്ക് കാരമലൈസ് ആയിട്ട് കിട്ടും. ഈ ഒരു സ്ലൈറ്റ് കളറിൽ കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പാലും കണ്ടൻസ്ഡ് മിൽക്കും തമ്മിലുള്ള മിക്സർ ഇട്ട് കൊടുക്കുക. ഇത് ഒഴിച്ച് കൊടുക്കുമ്പോൾ പെട്ടെന്ന് കട്ട കെട്ടി പോലെ തോന്നും. അത് കണ്ടിട്ട് ടെൻഷൻ ആവണ്ട. അത് നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കുമ്പോൾ അത് മെൽറ്റായിട്ട് വരും. ഇത് മെൽറ്റായി വരുന്ന സമയം വരെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. ഈ കാരമലൈസ്ഡ് ആയിട്ടുള്ള ഷുഗർ കംപ്ലീറ്റ് ഇതിലേക്ക് മെൽറ്റാവുന്നത് വരെ നമ്മളിതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഏലക്കപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കാൻ മറക്കരുത്. എൻ്റെ ആ വീഡിയോ ഒന്നും എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയി. ഇതൊന്ന് കാരമലൈസ് ചെയ്ത് ഷുഗർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഏലക്കപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കാം. ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആ ഒരു മിക്സ്ചർ റൂം ടെമ്പറേച്ചർ ആവുന്നത് വരെ മാറ്റി വെക്കാം. ഇനി നമുക്കൊരു മുട്ടൻ്റെ മിക്സർ റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് 4 വലിയ മുട്ട, ചെറുതാണെങ്കിൽ 5 വരെ എടുക്കാം. ഞാനിവിടെ വലിയ മുട്ട ആയതുകൊണ്ട് 4 എണ്ണം എടുത്തിട്ടുള്ളത്. അതൊന്ന് വിസ്കോ അല്ലെങ്കിൽ ഫോർക്കോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 1/4 ടേബിൾ സ്പൂൺ വനില പൗഡർ ഇട്ട് കൊടുത്തത്. നിങ്ങളുടെ കയ്യിൽ വനില എസൻസ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. ശേഷം അതും കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു രീതിയിൽ എന്തായാലും ഈ ഒരു പുഡിങ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. നമ്മുടെ റൂമിൽ എപ്പോൾ ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അടിപൊളി പുഡിങ്. അത് ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞാൽ നമ്മളൊരു മെൽറ്റഡ് മൗത്ത് എന്നൊക്കെ പറയില്ല, വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊരു ടൈപ്പ് പുഡിങ് ആയത്. ഇനി അതൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കാരമലൈസ്ഡ് ആയിട്ടുള്ള ആ മിക്സ്ചർ ഈ എഗ്ഗിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. എഗ്ഗും ഈ ഒരു മിക്സ്ചറും നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തിട്ടെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇത് ഉണ്ടാക്കി നോക്കിയാൽ മാത്രം പോരാ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിനോ ഇല്ലേ, അല്ലെങ്കിൽ എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഏത് പാത്രമാണ് യൂസ് ചെയ്യുന്നത് ആ പാത്രം എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ കേക്കിൻ്റെ ടിന്നാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നതിന് മുമ്പ് ഒരു അരിപ്പ വെച്ചിട്ട് നന്നായിട്ട് ഫിൽറ്റർ ചെയ്തിട്ട് എടുക്കണം. കാരണം ഇതിലേക്ക് മുട്ട മിക്സിൻ്റെ ഒരു പാടയും പിന്നെ ഏലക്കപ്പൊടിൻ്റെ ആ ഒരു പൊടിയൊക്കെ ഉണ്ടാവും. അതൊക്കെ ഫിൽറ്റർ ചെയ്തിട്ട് കളഞ്ഞിട്ട് വേണം നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാനിത് ഇത്ര വേസ്റ്റൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തിട്ട് എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു വലിയ പോട്ടിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു റിങ് വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച മിക്സ് വെച്ചിട്ട് മൂടി വെച്ചിട്ട് ഒരു അരമണിക്കൂർ 25 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇത് 25 മിനിറ്റ് ആയ ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുന്നുണ്ട് വെന്തോന്ന്. ഒരു ഫോർക്ക് വെച്ച് കുത്തി വെക്കുമ്പോൾ ഫോർക്ക് നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലോണം കുക്കായി നടത്തും. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ട് 2 മണിക്കൂർ ഒന്ന് റെഫ്രിജറേറ്റ് ചെയ്തിട്ട് വേണം നമുക്കിത് ഡീമോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇത് തണുപ്പിച്ചിട്ടൊന്ന് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ടെക്സ്ചർ പറഞ്ഞാൽ ഒരു ഹണികോം ടെക്സ്ചറാണ്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റ്. നമ്മളിത് വായിലിടുമ്പോൾ എന്തോ ഒരു
ഹെവൻലി ഫീലാണ്, നല്ല അടിപൊളി ടേസ്റ്റ് ആയത് കഴിക്കാൻ വേണ്ടിയിട്ട് വായിലിങ്ങനെ അലിഞ്ഞു പോകും. ഇതിൻ്റെ ടെക്സ്ചർ കണ്ടില്ലേ, നമുക്കൊരു ഹണി കോംപോലെ ഇങ്ങനെ ഹോൾസ് ഉണ്ടാവും, അതിൽ നിന്നൊക്കെ നല്ലൊരു ലിക്വിഡ് പോലെ വരികയും ചെയ്യും. ഭയങ്കര ടേസ്റ്റ് ആയിട്ട് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതിന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിങ്ങനെ ഭയങ്കര സോഫ്റ്റുമാണ്. നമ്മൾ ഡീമോൾഡ് ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് ഡീമോൾഡ് ചെയ്യണം, കാരണം ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള പുഡിങ്ങാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്